ഒരു പ്രാവശ്യം അലാം അടിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലോ എന്ന് മേടിച്ചിട്ട് 5 മിനിറ്റ് ഗ്യാപ്പിൽ 2 പ്രാവശ്യം അങ്ങ് വെച്ചേ. 5:15 തൊട്ട് അലാം അടിച്ചടിച്ച് ഞാൻ 5:35 ആയപ്പോഴാട്ടോ ചാടി എഴുന്നേക്കണത്. കണ്ണൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആലോചിക്കണം ഞാൻ എന്തിനാ ഇങ്ങനെ അലാം വെച്ചതെന്നാണ്. 2 സെക്കൻഡ് എടുത്തോട്ട് എനിക്ക് ബോധം തെളിയാനായിട്ട്. പിന്നെ ചേട്ടായിക്ക് ഡേയും പോണായിരുന്നു. ചേട്ടായിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ച് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ നേരെ ഷോപ്പിലേക്ക് പോന്നേ. കേക്കെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി നാനുട്ടിയെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ. നാനുട്ടിയാണെങ്കിൽ ബാഗ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിതീഷും ഗോപിക്കാട്ടോ കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. പള്ളി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കേക്ക് എടുക്കാൻ വരാനായിട്ട് ഇറങ്ങുവാന്ന് പറഞ്ഞേ. ഞങ്ങൾ വന്ന് ഷോപ്പ് തുറന്നപ്പോൾ തന്നെ അവരും വന്നായിരുന്നു കേട്ടോ. കേക്കും കൊണ്ട് പോയ പുറകെ തന്നെ ഷോപ്പ് പൂട്ടിയിട്ട് ഞങ്ങൾ എന്തേ പള്ളിയിലേക്ക് പോന്നേ. പള്ളി കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ചപ്പോഴത്തേക്ക് എന്തേ 14-15 മാതാവിന്റെ പെരുന്നാളാട്ടോ. അപ്പോൾ അതിന്റെ കൊടിയേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. ഞാനൊട്ടിലും സൺഡേ ക്ലാസ്സിലാക്കിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് അടിച്ചുവാരലും തുടക്കലും പറക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കാര്യമായിട്ട്. 12:30 ആകുമ്പോൾ ഞാനൊട്ടിയുടെ സൺഡേ ക്ലാസ് കഴിയൂട്ടോ. അതിന് മുമ്പ് തന്നെ എല്ലാ പണിയും തീർക്കണം എന്നുള്ളതുകൊണ്ടാട്ടോ എടുക്കാഞ്ഞത്. വീഡിയോ എടുത്തോണ്ടിരുന്ന 1:30 ആയാലും എന്റെ പണി കഴിയത്തില്ലേ. തുണിയും ചവിട്ടികളൊക്കെ മോളിൽ കൊണ്ടിട്ടിട്ട് അതേ വേഗം നാട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. ആള് കുറച്ചു നേരം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏതൊരു ചേച്ചിയുടെ ഫോണിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. വന്നപാടെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇരുത്തിയേ. നാനുട്ടിക്കും കൊടുത്ത് ഞാനും കഴിച്ചായിട്ട് പിന്നെ ബാക്കി പണികൾക്കായിട്ട് മുകളിലേക്ക് അങ്ങ് കയറിട്ടോ. ആദ്യം തന്നെ ഉണങ്ങിയ തുണികളൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയേ. കഴുകാണ്ടായിരുന്ന തുണിയും കഴുകി അങ്ങ് പിടിച്ചപ്പോഴത്തേക്ക് ആ തറ മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുമായിരുന്നേ. അതും ഒന്ന് അടിച്ചങ്ങ് കഴുകിട്ടോ. താഴെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മിന്നി ടീയൊക്കെ ഇട്ടങ്ങ് കുടിച്ചേ. മടക്കാനുള്ള തുണികളായിട്ട് ബീൻ ബാഗിൽ അങ്ങനെ കൂട്ടിയിട്ടേക്കണത്. ഇടയ്ക്ക് എനിക്ക് മടുപ്പ് വന്നപ്പോൾ ഞാൻ നാനുട്ടിയോട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുവേ. നാനുട്ടി വേഗം വേഗം എടുത്തിരുമ്പോൾ എനിക്ക് മടക്കാനായിട്ട് സ്പീഡ് കൂടും കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ചേട്ടായിക്കുള്ള ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. സാമ്പാറിൻ്റെ ഇരിപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. പിന്നെ നാനുട്ടിക്കുള്ള ചിക്കനും കൂടി അങ്ങ് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.